സാർ, ഈ സമീപകാലത്തുണ്ടായ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LDFനെയും അതോടൊപ്പം CPM-നെയൊക്കെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവർ പ്രതിരോധത്തിലാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്നാമത് പ്രധാനമായും ഈലപ്പുള്ളിയിലെ മദ്യശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഇപ്പോൾ അതുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ LDF മുന്നണി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്, CPIയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അത് എങ്ങനെയാണ് കാണുന്നത്? അത് CPI അതിനെ ടോട്ടലായിട്ട് റിജക്റ്റ് ചെയ്തതല്ല. കുറച്ചുകൂടി അവധാനത വേണം. അവിടെ ജല ദൗർലഭ്യമുള്ള ഒരു സ്ഥലമാണ്, കുടിവെള്ളത്തിന് തന്നെ സാധ്യതയില്ല. ഇതിനു മുമ്പ് അതിൻ്റെ അപ്പുറത്ത് പ്ലാച്ചിമട സമരം വന്നപ്പോൾ അത് ജനങ്ങളെല്ലാം എതിരായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി പഠനം നടത്തി ജലലഭ്യത ഉറപ്പാക്കി കർഷകർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് സാധാരണ അവിടുത്തെ ലോക്കൽ ജനങ്ങൾക്കും എതിർപ്പുകളൊന്നുമില്ല എന്ന് നമ്മൾ തോന്നിയാൽ, ഗവൺമെൻറ് തോന്നിയാൽ, ജനങ്ങളുമായിട്ടൊരു സംവാദം നടത്തി അത് വരുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ അത് അനുവദിക്കാമെന്നുള്ളതേ ഉള്ളൂ എന്ന നിലപാടാണ് ഞങ്ങൾ ആദ്യമേ എടുത്തത്. ബ്ലണ്ടായിട്ട് ഇത് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഇതൊരു പുതിയ പ്രപ്പോസലാണ്, ഒരു പുതിയ പദ്ധതിയാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കുമെന്ന് സ്റ്റഡി നടത്തണമെന്നുള്ള ഡിമാൻഡാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് നടത്താമെന്ന് മുഖ്യമന്ത്രി പറയുകയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ആ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യൂ എന്നിടത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ആദ്യഘട്ടത്തിലൊന്നും ഈ മുന്നണിയിലൊന്നും ചർച്ച ചെയ്തില്ല എന്നുള്ളൊരു ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു? അതെന്തുകൊണ്ടാണ് സ്ഥിരമായി അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്? ഇപ്പൊ സമീപകാലത്ത് നോക്കിയാലും LDFന്റെ യോഗം നടന്നു. അന്ന് ആ കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയ്ക്ക് വന്നില്ല. പക്ഷെ പിന്നീട് അത് ഇടതുമുന്നണിയുടെ ഒരു സർക്കുലറായി വരികയാണ്, ടോൾ ഒരുപക്ഷെ പിരിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ല, സർക്കാരിൻ്റെ ബിസിനസ് വേറെയാണ്, അത് LDFന്റെ ബിസിനസ് അല്ല. അതിന് ബിസിനസ് റൂൾ വേറെയുണ്ട്. അപ്പോൾ അത് മന്ത്രിസഭ ചർച്ച ചെയ്യാം, മന്ത്രിമാർക്ക് അഭിപ്രായങ്ങൾ പറയാം. ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളാണത്. LDFന് വേണമെങ്കിൽ അതിനകത്ത് ഇടപെടാം. തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് പോവുകയാണെങ്കിൽ ആ ഗവൺമെൻറ്റിനെ കറക്റ്റ് ചെയ്യാനുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് LDF. അല്ലാതെ LDF ഭരണം അല്ല. LDFന് ഭരണവും LDFന് അധികാരമൊന്നുമില്ല. അപ്പോൾ ഭരണാധികാരത്തിലിരിക്കുന്ന ആളുകൾ നയപരമായ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവണമെങ്കിൽ അതിനെ തിരുത്താനുള്ള ഒരു ശക്തിയാണ്, ഒരു ഫോറമാണ്, ഒരു ഡിബേറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് LDF. അതിന് കവിത LDFന് വേറെ അധികാരമൊന്നുമില്ല. ഇന്ന് ഈ മാതൃഭൂമി പത്രം തന്നെ പുറത്ത് വിട്ട ഒരു വാർത്തയുണ്ട്. അതായത് CPM-ന്റെ പാർട്ടി കോൺഗ്രസിന് മുമ്പായിട്ട് കേന്ദ്ര കമ്മിറ്റി ഒരു കരട് പ്രമേയം എല്ലാ സംസ്ഥാന കമ്മിറ്റികൾക്കും അയച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത്, CPM-ന്റെ ആ കരട് പ്രമേയത്തിൽ പറയുന്നു, മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്നുള്ളൊരു അഭിപ്രായം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് CPM-ന്റെ ഒരു നയവ്യതിയാനം കൂടിയാണ്. CPI അതിനെ എങ്ങനെയാണ് കാണുന്നത്? മോദി സർക്കാരിനെതിരായിട്ടുള്ള നയം ഒരു നയമുള്ളൂ CPIക്ക്, അതിൽ മാറ്റമൊന്നുമില്ല. ഞങ്ങളുടെ കഴിഞ്ഞ 24-ാം പാർട്ടി കോൺഗ്രസും 23-ാം പാർട്ടി കോൺഗ്രസിനുമെല്ലാം ഉള്ള രാഷ്ട്രീയ പ്രമേയം ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ്. ഭരണഘടനയെ അവർ തകർക്കുകയാണ്, മതേതരത്വം ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ കീ സ്റ്റോണുകളായ അടിത്തറ എല്ലാം തകർക്കുന്ന ഒരു സമീപനമുള്ളതുകൊണ്ട് ഇതൊരു ഫാസിസ്റ്റ് സമീപനമാണ്. ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ദേശവ്യാപകമായ ഒരു ബദൽ മുന്നണി, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചേർന്ന ഒരു വലിയ മുന്നേറ്റമുണ്ടാകണം. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തുണ്ടായത്. ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ പാർട്ടികളാണ്, പ്രാദേശിക പാർട്ടികളുണ്ട്, ജാതി പാർട്ടികളുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് ഒറ്റ അജണ്ട, മോഡി സർക്കാരിന് ഫാസിസ്റ്റ് ഗവൺമെൻറ് പുറത്താക്കുക എന്നുള്ളത്. അതിനകത്തുനിന്ന് CPI ഒരു കാരണവശാലും പുറകോട്ട് പോയിട്ടില്ല. പിന്നെ CPM-ന്റെ രാഷ്ട്രീയ പ്രമേയം അവർക്ക് അവകാശമുള്ളതാണ്. അവർക്ക് ഇത് ഫാസിസമാണോ അല്ലയോ എന്നൊക്കെ അവർക്ക് തർക്കിക്കാം. അതെങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു രീതിയിലേക്ക് പറയാൻ കഴിയും? അല്ലാതെ അവർ പരമാധികാര പാർട്ടിയാണ്. ഞങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഒരു വലിയ പാർട്ടിയാണ്. എന്നാൽ ഇത് ഫാസിസ്റ്റ് അല്ല
എന്നെവിടെയെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ കാണുന്നില്ല. അവരുടെ പുസ്തകത്തിലൊന്നും ഞാൻ കേട്ടില്ല. കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് പാർട്ടി കോൺഗ്രസിന് മുമ്പ് ആയിരിക്കും കരട് രാഷ്ട്രീയ പ്രമേയത്തിലുള്ളത്. ചർച്ചയ്ക്ക് പോയതിന് ശേഷം അത് മാറ്റാമെന്നുള്ളതേ ഉള്ളൂ. അത് അവർ മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും CPM പോലൊരു പാർട്ടിക്ക് നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല, പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഒരു ഡ്രാഫ്റ്റിൽ ചിലപ്പോൾ അത് പിന്നീട് കറക്റ്റ് ചെയ്യാം. അല്ല, CPM ഇത് മാറ്റി ചിന്തിക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു നെവർ. CPM എന്നല്ല, കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ഒരു പാർട്ടിക്കും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അതുകൊണ്ട് CPM കുറച്ച് ശക്തമായ പാർട്ടിയാണ്. അവർക്ക് തെറ്റുകൾ സംഭവിച്ചുകൂടാന്നില്ല. ലോകത്ത് ഒരുപാട് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പോലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് തിരുത്തിയിട്ടുണ്ട്. അത് ലെനിൻ്റെ കാലം മുതൽ സ്റ്റാലിൻ്റെ കാലം മുതലൊക്കെ മാവോയ്ക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പലർക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. തെറ്റ് സ്വാഭാവികമാണ്, മനുഷ്യസഹജമാണ്. അത് തിരുത്താം. CPM അങ്ങനെ ആരുടെങ്കിലും ഒരു അഭിപ്രായത്തിൽ ഒരു രേഖയിൽ അങ്ങനെ ഒരു വാചകം വന്നിട്ടുള്ളത് അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അതിൽ വലിയ പ്രശ്നമൊന്നുള്ളതല്ല. അവരവിടെ തന്നെ ഉറച്ചു നിൽക്കും. ഇത് ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്ന് പറയുന്ന ആദ്യത്തെ പാർട്ടി CPM ആയിരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും CPM ഇപ്പോൾ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ആശയം, അതിൽ നിന്ന് ഒരു മാറി അവർ ചിന്തിക്കുമെന്നുള്ളത് തന്നെയാണ് മുതിർന്ന നേതാവായിട്ടുള്ള C. ദിവാകരൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഏതായാലും വലിയ പ്രതികരണങ്ങളൊക്കെ ഇനി CPM നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം വരേണ്ടതുണ്ട്. സജികുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.